ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു RK ക്ലാസ്സസ്. നാളെ കൃത്യം 3:30 വിദ്യാഭ്യാസ മന്ത്രി ഒഫീഷ്യലി റിസൾട്ട് പ്രഖ്യാപിക്കും. റിസൾട്ട് അറിഞ്ഞ് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയേണ്ട സൈറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നതാണ്. മക്കൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് +2 റിസൾട്ട് വളരെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു റിസൾട്ടാണ്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടന്നതുപോലുള്ള ഒരു എക്സാം അല്ലായിരുന്നു ഈ വർഷം നടന്നത്. വളരെ ടഫസ്റ്റ് എക്സാമിൻ്റെ പാറ്റേണെ ഗവൺമെൻറ് മാറ്റിക്കളഞ്ഞു. നോർമലി PYQ മാത്രം പോയിൻ്റ് കൊണ്ട് നടക്കുന്ന എക്സാമിൽ ഈ വർഷം CBSE ലെവലോ അതിന് മുകളിലോ എന്ന് പറയാം. അത്രയ്ക്ക് ടഫായി കളഞ്ഞു എക്സാം. അല്ലെങ്കിൽ NCERTയിലെ ക്വസ്റ്റ്യൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും കുട്ടികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ഒരു എക്സാം ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ സെൻറ്ററിലൊക്കെ അറിയുന്നത് ലിബറൽ വാല്യുവേഷൻ ആയിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് എല്ലാവർക്കും എക്സ്പെക്റ്റ് ചെയ്യാം. ഫുൾ A+ഉം ഫുൾ മാർക്കൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ എങ്ങാനും നിങ്ങൾ റിസൾട്ടിൽ ഒന്നോ രണ്ടോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ A+ന് A ആയിപ്പോയാൽ, അല്ലെങ്കിൽ റിസൾട്ടിൽ ചെറിയൊരു വേരിയേഷൻ വന്നാൽ മക്കൾ ഒരിക്കലും ബോധറാവാൻ പാടില്ല, ഒരിക്കലും വെറിയിടാവാൻ പാടില്ല. ബോധറാവാൻ പാടില്ല എന്നല്ല, വെറിയിടാവാൻ പാടില്ല. പാരൻസിനോടും പറയാനുള്ളത് തന്നെയാണ്. അവരുടെ ലൈഫിൽ അവർ കടന്നുപോയ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് തന്നെ പറയാം. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ, കാരണം മോഡൽ എക്സാമിന് പോലും ഒരു ഹിൻഡ് കൊടുക്കാതെ ഗവൺമെൻറ് മെയിൻ എക്സാമിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പാറ്റേണെ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എക്സാം എഴുതുന്ന സമയത്ത്. അപ്പോൾ മാർക്കിൽ ചെറിയ വേരിയേഷൻ വന്നാൽ ഒരിക്കലും നമ്മൾ കുട്ടികളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. അവരെ കൂടെ ചേർത്ത് പിടിക്കുക. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട, പാരൻസിൻ്റെ സപ്പോർട്ട് വേണ്ട ഒരു സമയം കൂടിയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അവരെ കൂട്ടിച്ചേർത്ത് പിടിക്കുക. ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യാനോ റിസൾട്ടിൻ്റെ പേരിൽ അവരെ ബ്ലെയിം ചെയ്യാനോ ഒന്നും പാടില്ല. കാരണം അവർ കടന്നുപോയത് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ, ആ എക്സാം ദിവസങ്ങളിൽ അവർ കടന്നുപോയത് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്വസ്റ്റിനും എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും ടഫും കാര്യങ്ങളും എല്ലാം ആയിട്ട് അവരാകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് പല കുട്ടികൾക്കും എല്ലാ എക്സാമും ഇപ്പോൾ ഒന്നിനൊന്നും വെച്ചാൽ ഒരു എക്സാം ടഫായി അടുത്ത എക്സാം അതിനേക്കാൾ ടഫ്, അപ്പോൾ കുട്ടികൾ മെൻ്റലി ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമും അവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ നല്ല റിസൾട്ട് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മക്കൾ റിസൾട്ട് അറിയാനുള്ള സൈറ്റ് hse.result.kerala.gov.in എന്നുള്ള സൈറ്റിലേക്ക് മക്കൾ എൻ്റർ ചെയ്യുക, രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു കാണും. അതാണ് നിങ്ങൾ റിസൾട്ട്. നല്ല റിസൾട്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.